ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. നമ്മുടെ കേരളക്കാർക്ക് അധികം ആഘോഷങ്ങളും കാര്യങ്ങളും ഇല്ല. ബാംഗ്ലൂർ അല്ലെ, കർണാടക, തമിഴ്നാട് ഒക്കെയാണ് നല്ല ആഘോഷങ്ങളൊക്കെ ഉള്ളത്. എങ്കിലും ചെറിയ രീതിയിലെല്ലാം ദീപങ്ങൾ കത്തിക്കുകയും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ പറയുക, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻസുകൾ രേഖപ്പെടുത്തുക. എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ദോശയില്ല. രാവിലെ അരിയും ചോറും തേങ്ങയും ഉള്ളിയും കൂടെ രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശ. ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ ബീൻസാണ് കറി വെക്കുന്നത്. ഇത് എൻ്റെ കൂടെ എന്ത് കറിയും മീൻസ് ചിക്കൻ കറിയൊക്കെ നല്ല ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ദോശ. നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ഓക്കെ, ഇത് അതുമോൻ എണീറ്റ് വരുന്ന സമയമാണ് കേട്ടോ. ഇന്ന് ലീവാണല്ലോ, ദീപാവലിയല്ലേ. ഇന്ന് സ്കൂളില്ലാത്തത് കാരണം കിടന്നുറങ്ങി. കാരണം ലേറ്റ് ആയിരുന്നല്ലേ ഉറങ്ങാൻ. പൊടിമോളും ഉറക്കാണ്, മോനും രണ്ടാളും കൂടെ എണീറ്റ് വരാനും കിടക്കാനും ലേറ്റായി. ഇന്ന് ആൾക്ക് രാവിലെ എന്തോ ഒരു മൂഡ് ശരിയില്ല. തന്നെ എടുത്ത് കഴിക്കാൻ മതിയാവുന്നു പറയുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചോളും. പക്ഷേ ഞാൻ ദോശയും ഗ്രീൻ ബീൻസ് കറിയാണ് ആക്കിയത്. അപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ മടിയായതുകൊണ്ട് പിന്നെ മരുന്നും കൊടുക്കേണ്ടതുകൊണ്ട് 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു തന്നെ കൊടുക്കാൻ വേണ്ടി, കഴിപ്പിക്കാൻ വേണ്ടി. എങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് വാരി കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഈ പിള്ളേരുടെ മൂഡ്. പല ദിവസം പല രീതിയിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് തന്നെ നോർമലായിട്ടുള്ള നമുക്ക് തന്നെ നമ്മുടെ തന്നെ മൂഡുകൾ എന്താ പറയുക, ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഇവർക്കും, പ്രത്യേകിച്ച് മോൻ ഓട്ടിസ്റ്റിക്കാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസൊക്കെ വരും. മോനൊക്കെ ആകെ എന്താ പറയുക, മോൻ്റെ മൂഡിനനുസരിച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെയും ഓരോ ദിവസം കടന്നു പോകുന്നത്. നമ്മൾ ടെൻഷനും കാര്യങ്ങളും എത്ര നമ്മൾ ഇതിൽ ഹാപ്പിയാണെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് സങ്കടവും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് വെളിയിൽ പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി നമ്മളെല്ലാം ബോൾഡായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ വെളിയിൽ ആരുടെയും സഹതാപം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ ആരുടെയും മുമ്പിൽ കരയില്ല. എങ്കിലും ഒരു ദിവസം പോലും കരയാത്ത ദിവസങ്ങളും ഉണ്ടാവില്ല മോനെ ഓർത്ത്. കാരണം അമ്മമാരല്ലേ നമ്മൾ. നമ്മുടെ മക്കളെ പോലെയുള്ള മക്കൾ ചുറ്റും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സമയം എത്രയായെന്ന് അറിയാമോ? 12:30 ആയിട്ടുണ്ട്. ഉച്ചക്ക് 12:30 സമയമാണ്. ഇപ്പോൾ ആണ് എണീറ്റ് വന്നതാണ്. അതാണ് കേട്ടോ. കുറച്ച് ഞാൻ വിളിച്ചെണീപ്പിക്കാനൊക്കെ നോക്കി, പക്ഷേ എണീക്കുന്നില്ല. രാത്രിയിൽ ഏതാണ്ട് 1:30-2 മണിയായി പൊടിമോളും ഇവനും ഉറങ്ങാൻ. അതാണ്. ഓക്കെ, അപ്പം മരുന്നുമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഞാനൊന്ന് എന്താ കണ്ട, എൻ്റെ കയ്യിലുണ്ട് ഗുളികയെല്ലാം. പക്ഷേ ഇവൻ നോർമലി മരുന്ന് കഴിക്കുകയല്ലേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ ഭക്ഷണത്തിന് ഇടക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. തന്നെ കഴിക്കുന്ന സമയമാണെങ്കിൽ പഴമോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് കൊടുക്കും. അല്ലെങ്കിൽ അവൻ തുപ്പിക്കളയും. എങ്ങനെ? ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട്. പൊടിമോൾ രാവിലെ എണീറ്റിട്ട് ഉറങ്ങിയതാണ്. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങിയതാണ്. അവൾ എത്ര ലേറ്റായിട്ട് കിടന്നാലും എണീക്കും. ഒരു 8 മണിക്ക് മുമ്പൊക്കെ എണീക്കും. 8 മണി 8:30 ചില ദിവസങ്ങളിലെ. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് വയ്യ കാണാം. വീട്ടിലുള്ളത് കൊണ്ട് ഇവിടെ നല്ല മേളമായിരിക്കും. വീട്ടിലുള്ള ദിവസം രണ്ടാളും കൂടി. ഇപ്പോൾ അവൾ ഉറങ്ങുന്ന ഇവൻ പോയിട്ട് ആ തൊട്ടിലിനടിയിൽ തന്നെ പോയി നിന്നിട്ട് ഒച്ചപ്പാടും മേളമെല്ലാം ആക്കി
മിക്കവാറും ഉടനെ തന്നെ എണീക്കാനുള്ള വഴിയുണ്ട്. ഇന്ന് ഉച്ചക്കത്തേന് നമുക്കൊരു പുളിശ്ശേരി വെക്കാം. 5 സാധനങ്ങളും മിക്സ് ആക്കിയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കപ്പക്ക പറിച്ചു. പിന്നെ ചേമ്പിൻ്റെ താളാണ്. പിന്നെ എൻ്റെ അടുത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേന ഒരു കഷ്ണമുണ്ട്, ഒരു കായുണ്ട്, പിന്നെ ഉള്ളത് നമ്മുടെ വാഴപ്പിണ്ടി. ഇതെല്ലാം കൂടെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്കാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിലും വെക്കാം. അതിലേക്ക് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാം. അതിൽ ചേമ്പിൻ തണ്ട് ഇപ്പോൾ ഇടരുത്. മറ്റുള്ള സാധനങ്ങൾ വെന്തതിന് ശേഷം ഈ ചേമ്പിൻ തണ്ടും കൂടെ ഇട്ടിട്ട് നോർമലി നമ്മൾ വേവിച്ചെടുക്കുക. അതൊരു ആവി കയറി കഴിയുമ്പോഴത്തേന് അത് വേകും. പിന്നെ നമുക്കിതിനകത്ത് അരപ്പ് റെഡിയാക്കണം. ചെറിയ ജീരകവും തേങ്ങയും വേണം. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല, കുഞ്ഞിക്ക് കൊടുക്കേണ്ടതുകൊണ്ടാണ്. പിന്നെ തൈര്, ഏത് തൈരാണോ തൈരോ മോരോ എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ കൂട്ടിയിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വെന്തിരിക്കുന്ന പച്ചക്കറിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ഇത് തിളച്ച് മറിയാൻ വിടേണ്ട, നന്നായിട്ട് ചൂടായാൽ മതി. ഇത് കണ്ടോ, ചേമ്പിൻ്റെ ആ താള് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇറക്കി വെക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കടുക് താളിച്ച് ഒഴിച്ചാൽ മതി. നമുക്കറിയാമല്ലോ, ഇതിനകത്ത് ഉലുവ കടുകുമാണ് മെയിനായിട്ട് നമുക്കിതിനകത്ത് താളിക്കേണ്ടത്. പിന്നെ ഞാൻ ഉണക്ക പറങ്കി ഇട്ടിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, കുറച്ച് മുളക് പൊടിയും കൂടെ താളിപ്പിലേക്ക് ഇടുന്ന. ഇന്നൊരു തട്ടിക്കൂട്ട് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഓൾറെഡി പുളിശ്ശേരി ഉണ്ട്. അപ്പം മീനൊന്നും കിട്ടിയില്ല, അപ്പം മുട്ട കൊണ്ട് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകിട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇടാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുള്ളൂ, 2 മുട്ടയെ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. സവാള, ഇഞ്ചിയും പച്ചമുളകും അതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മസാലകളിടാം. ഞാൻ കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെയും കൂടെ ആ പച്ച മണമൊന്ന് മാറി വരണം. നന്നായിട്ടൊന്ന് ആ പച്ച മണം മാറി വരുമ്പോഴത്തേനും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇടാം. ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇതുമായിട്ടൊന്ന് ബ്ലെൻഡാവണം. ബ്ലെൻഡായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്തേക്ക് ലേശം ചെറിയ ചൂടുവെള്ളം, കറിവേപ്പില ഇടുക ആവശ്യത്തിന്. അതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടെ ഒഴിച്ച് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് 1 മിനിറ്റ്, 1-1.5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട, ഞാൻ 2 മുട്ടയാണെന്ന് പറഞ്ഞു, അത് കൈകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ അരിഞ്ഞും എടുക്കാം. ആ മുട്ടയുടെ ഉണ്ണിയെല്ലാം ആ ഗ്രേവിയിലോട്ടൊക്കെ വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. ഇന്ന് മോൻ്റെ കയ്യിൽ നഖം മുറിക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. നഖം മുറിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അവൻ്റെ കയ്യിലെ നഖവും നഖത്തിനിടയിലുള്ള ദശയും തമ്മിൽ ചില നഖങ്ങൾക്ക് ഒട്ടിയിരിക്കുന്നുണ്ട്. അത് ജനറ്റിക് പ്രോബ്ലം ആണല്ലോ, ഇവൻ്റെ ഓൾറെഡി ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ആ സമയം തന്നെ തൊട്ടേ അങ്ങനെയാണ്. അപ്പം ചെറിയ വേദനയൊക്കെ എടുക്കും, നമുക്ക് മുറിക്കാതിരിക്കാനും പറ്റുകയില്ല. അത് കാരണം അവന് ഭയങ്കര പേടിയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പിള്ളേർക്കെല്ലാം തന്നെ ഇതിനോട് കുറച്ച് ഭയം ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ നഖം മുറിക്കുന്നതിനൊക്കെ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കിനും കറികളൊന്നും കയ്യിൽ പറ്റാനായിട്ട് ഒരു സമ്മതിക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പിടിച്ചിരുത്തി മുറിച്ച് കളയുകയാണ് കേട്ടോ. പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്, മരുമോളും പിള്ളേരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോയി. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.